ഈ കഥയിലെ നായകനാണ് ഇയാളുടെ പേരാണ് കുഞ്ഞൂട്ടൻ. ഇവർ രണ്ടുപേരുമാണ് കുഞ്ഞൂട്ടൻ്റെ അച്ഛനും അമ്മയും. ഇവൻ്റെ കല്യാണം നടക്കാത്തതിൻ്റെ വളരെയധികം വിഷമത്തിലായിരുന്നു അവർ. നാളായി കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു. അവന് പൊക്കം കുറവാണെന്നായിരുന്നു എല്ലാവരുടെയും പരാതി. അങ്ങനെയായിരുന്നു എല്ലാ കല്യാണങ്ങളും മുടങ്ങിപ്പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ പോസ്റ്ററിൽ കാണിക്കുന്ന കുട്ടി കുറേ നാളായി ചികിത്സയിലായിരുന്നു. ഇവക്കുള്ള ചികിത്സാ സഹായത്തിനുള്ള പൈസ നാട്ടുകാരെല്ലാവരും ശേഖരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു. 25 ലക്ഷം രൂപയായിരുന്നു. വേറെല്ലാവരും അത് സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ കുഞ്ഞൂട്ടനോട് സഹായം ചോദിക്കുകയായിരുന്നു. ഇതുവരെ 5 ലക്ഷം രൂപയെ ഒപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുകയാണ്. കുഞ്ഞൂട്ടൻ അറിയുന്നത് അവൻ പഠിപ്പിച്ച ടീച്ചറുടെ മോളായതെന്ന്. അവൻ 25 ലക്ഷം രൂപയും നൽകാമെന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ നാട്ടുകാർക്കെല്ലാം ഒരുപാട് സന്തോഷമായി. ദിവസം കുഞ്ഞൂട്ടൻ ഒരു കല്യാണ ആലോചനയുമായിട്ട് അളിയൻ വരികയാണ്. മാട്രിമോണിയിൽ ഇങ്ങോട്ട് വന്നൊരു ഇൻട്രസ്റ്റ് ആണെന്ന് പറയുകയാണ്. ആ ഫോട്ടോ കാണിക്കുകയാണ് അയാൾ. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി, കുഞ്ഞൂട്ടനെ ഇഷ്ടപ്പെടുമായിരിക്കുമെന്ന് പറയുകയാണ്. കുഞ്ഞൂട്ടനും ആ പെൺകുട്ടിയെ ഇഷ്ടമായി. പെൺകുട്ടിയെ തന്നെ മതിയെന്ന് അവൻ പറയുക. ഞാൻ കല്യാണം ഉറച്ച കാര്യം കുഞ്ഞൂട്ടൻ ഫ്രണ്ട്സിനോട് പറയുകയായിരുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, നിനക്ക് കല്യാണം കഴിക്കാൻ പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റാനൊരു വഴിയുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ അവനെ ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അവർ നിനക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അത് പോലീസായിരുന്നു. പോലീസ് റെയ്ഡിന് വന്നതായിരുന്നു. അങ്ങനെ അവർ ആ വീട് മൊത്തം അന്വേഷിക്കുകയായിരുന്നു, ആരെങ്കിലും ഉണ്ടോ. അവിടെ ഒന്നും പോലീസ് ആരെയും കണ്ടില്ലായിരുന്നു. ആ സമയം തന്നെ കുഞ്ഞൂട്ടൻ ഒരു തൊട്ടിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം കുഞ്ഞൂട്ടൻ്റെ പെണ്ണ് കാണലായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് വൈഷ്ണവി എന്നാണ്. വൈഷ്ണവിയും കുഞ്ഞൂട്ടനും തമ്മിൽ കുറേ സംസാരിച്ചു. അവർക്ക് തമ്മിൽ ഒരുപാട് ഇഷ്ടമായി. കുഞ്ഞൂട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. വൈഷ്ണവിക്ക് വേണ്ടി റൂമിൽ കാത്തിരിക്കുകയായിരുന്നു. വൈഷ്ണവി റൂമിൽ വന്നു. പെട്ടെന്ന് ആരോ റൂമിന്റെ വാതിൽ തട്ടുന്ന പോലെ തോന്നി. അവൾ ചെന്ന് നോക്കുക. അമ്മയായിരുന്നു. പെട്ടെന്ന് തന്നെ അച്ഛന് സുഖമില്ല, നമുക്ക് ആശുപത്രി കൊണ്ടുപോകണം എന്നായിരുന്നു അവർ പറഞ്ഞു. കുഞ്ഞൂട്ടൻ അപ്പോൾ ദേഷ്യമാണ് വന്നത്. എല്ലാം കുളമായല്ലോ എന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി അയാൾ ആശുപത്രിയിൽ. എപ്പം കുഞ്ഞൂട്ടൻ വൈഷ്ണവിയുടെ അടുത്ത് വന്നാലും വൈഷ്ണവി ഒഴിഞ്ഞു മാറി പോവുകയായിരുന്നു. ഒരു താല്പര്യമില്ലാത്ത മട്ടായിരുന്നു അവനോട്. അവൾക്ക് ചെയ്യണമെന്ന് ചോദിക്കാൻ വേണ്ടി അവൻ കൂട്ടുകാരനെ വിളിച്ച് ചോദിക്കുകയാണ്. ആദ്യമായോണ്ടാണ് എല്ലാം ശരിയാവുമെന്ന് അവൻ പറയുകയാണ് അവനോട്. അവൻ കൂട്ടുകാരനോട് ദേഷ്യം പിടിച്ചിട്ട് ഫോൺ വെച്ചിട്ട് പോവുകയാണ്. പതിവ് പോലെ വൈഷ്ണവി പിന്നെയും ഉറങ്ങുകയായിരുന്നു. അതേസമയം തന്നെ കുഞ്ഞൂട്ടൻ അവളുടെ സമ്മതം ചോദിക്കാതെ തന്നെ അവളെ ചുംബിക്കുകയായിരുന്നു. ഇത് അവളെ ശരിക്കും ദേഷ്യം പിടിച്ചു. അവളോട് ചോദിക്കുകയാണ്, നീ എൻ്റെ പണം കണ്ടിട്ട് വല്ലോ ആണോ എന്നെ ഇഷ്ടപ്പെട്ടതെന്ന്. അവൾ എല്ലാ കാര്യവും വീട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ വീട്ടുകാർ അവളോട് ചോദിക്കുക, എന്താണ് നിന്റെ പ്രശ്നം എന്ന്. അപ്പോൾ അവൾ അവളുടെ അനുഭവം പറയുന്ന സമയത്ത് അവൾക്ക് അവളുടെ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പുരുഷന്മാർ അവളുടെ ദേഹത്ത് തൊടുന്ന അവൾക്കൊട്ടും ഇഷ്ടമല്ലെന്നാണ് അവൾ പറഞ്ഞത്. വീട്ടിൽ പോവുകയും ചെയ്തു. അച്ഛൻ ഇനി അവന് കല്യാണം നടക്കുമോ എന്നറിയാൻ വേണ്ടി ജ്യോതിഷനോട് ചോദിക്കുകയാണ്. അയാൾ പറയുകയാണ്, അവൻ ഒരു കല്യാണമേ എഴുതിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു പെൺകുട്ടി പുതുതായിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് വരികയായിരുന്നു. അവിടെ പേര് മാളവിക. സ്കൂളിൽ പഠിച്ചപ്പോൾ മുതലെയുള്ള കളിക്കൂട്ടുകാരിയായിരുന്നു. ഇരിക്കുമ്പോഴാണ് ഇയാൾ കുഞ്ഞൂട്ടിനെ ഭീഷണിപ്പെടുത്തുന്നത്. അവൻ്റെ സഹോദരനുമായിട്ട് ആലോചിച്ച് വെച്ച പെണ്ണായിരുന്നു മാളവിക എന്ന് പറഞ്ഞായിരുന്നു പ്രശ്നം. പകവെക്കാതെ തന്നെ കുഞ്ഞൂട്ടൻ അവൾക്കൊരു മോതിരം സമ്മാനിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഥയിലെ ഒരു പ്രധാന ട്വിസ്റ്റ് വരുന്നത്. ഈ കുഞ്ഞൂട്ടൻ എന്ന് പറയുന്ന ഒരു സ്വർണ്ണക്കടത്തുകാരനായിരുന്നു അവൻ കോടീശ്വരനായത്. അതുപോലെ തന്നെ ആ കളിക്കൂട്ടുകാരി എന്ന് പറഞ്ഞു വന്ന പെൺകുട്ടി ഒരു തട്ടിപ്പുകാരിയായിരുന്നു. ഒരു സ്വർണ്ണക്കടത്തിൻ്റെ ഒരു ഡീലറായിരുന്നു. പക്ഷെ വേറൊരു ടീമിൻ്റെ ആയിരുന്നു. ഇവരുടെ സംസാരമെല്ലാം കുഞ്ഞൂട്ടൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ കൊടുത്ത മോതിരത്തിൽ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടായിരുന്നു. അവൾ പറയുന്ന എല്ലാ കാര്യവും അവൻ അവിടെ നിന്ന് കേൾക്കാൻ തന്നെ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് കുഞ്ഞൂട്ടൻ്റെ കൂടെയുള്ള ഒരാളെ അവന്മാർ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കുഞ്ഞൂട്ടൻ്റെ യഥാർത്ഥ മുഖം അവർക്ക് വ്യക്തമായി. എല്ലാവരെയും തോൽപ്പിച്ച് കുഞ്ഞൂട്ടൻ തന്നെ ആ സ്വർണ്ണത്തിൻ്റെ ഡീൽ സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ അവൻ വൈഷ്ണവിയുടെ വീട്ടിൽ ചെന്ന് അവളോട് സംസാരിച്ചു. അങ്ങനെ അവർ പിന്നെ ഒന്നിക്കുകയും ചെയ്തു.